ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുക എന്നൊക്കെ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ, എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി ഇന്നലെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോൾ പലർക്കും 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോലും എന്താ പറയാ യൂട്യൂബ് അഫിലിയേറ്റഡ് പ്രോഗ്രാം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ 12,000 ഒക്കെ ആയിട്ടാണ് കിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിട്ടോ. ഇന്നലെ എന്റെ കയ്യിൽ 9,000 സംതിങ് ആയിട്ടുള്ളൂ സബ്സ്ക്രൈബേഴ്സ്, എങ്കിലും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ യൂട്യൂബിലോ അല്ലെങ്കിൽ YT സ്റ്റുഡിയോയിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. നമ്മൾ ക്രോമിലൂടെ എന്താ പറയാ നമ്മുടെ ഷോർട്സിന്റെ ആണെങ്കിലും വീഡിയോസിന്റെ ആണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം ആണെങ്കിലും നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതിൽ ക്രോമിലൂടെ പോയിട്ട് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാൻ ക്രോമിലൂടെ പോയിട്ട് ഇങ്ങനെ നമ്മുടെ ഷോർട്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അതിന്റെ അടിയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചിഹ്നവും കൂടെ കാണാൻ സാധിച്ചത്. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ജോയിൻ അഫിലിയേറ്റഡ് പ്രോഗ്രാം എന്ന് അതിന്റെ താഴെ കാണിച്ചത് കേട്ടോ. അപ്പോഴാണ് ഞാൻ എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലല്ലോ, എനിക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചത്. അപ്പൊ ഞാൻ എങ്കിലും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല കേട്ടോ. ഞാൻ ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് ലഭിക്കില്ലല്ലോ എന്നൊരു ഇതായിരുന്നു കേട്ടോ. കാരണം 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് ലഭിച്ചു, എന്തെങ്കിലും എറർ പ്രോബ്ലം ആണോ എന്നൊക്കെ ഞാൻ കരുതി കേട്ടോ. എങ്കിലും ഞാൻ അതിന്റെ ഇത് ടേൺ ഓൺ ചെയ്തിട്ട് അതിന്റെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ടിക്ക് ആണോ ഓണാണോ എന്നറിയില്ല, അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോ എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഷോർട്സിലായാലും അല്ലെങ്കിൽ വീഡിയോയിലായാലും അഫിലിയേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ 1-2 വീഡിയോസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് കുറെ ക്രൈറ്റീരിയാസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തോ എനിക്ക് 10,000 കഴിഞ്ഞിട്ടില്ല, പക്ഷെ ലഭിച്ചിട്ടുണ്ട്. ബാക്കി ക്രൈറ്റീരിയ ഒക്കെ എന്റെ കറക്റ്റ് ആണ് കേട്ടോ. ഒന്നാമത് നമ്മുടെ കിഡ്സ് ചാനലല്ല, കിഡ്സ് ചാനൽ ആയിരിക്കാൻ പാടില്ല കേട്ടോ ഈ പ്രോഗ്രാം ലഭിക്കണമെങ്കിൽ. പിന്നെന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്തെങ്കിലും സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായാൽ കിട്ടത്തില്ല കേട്ടോ. എത്ര തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും കിട്ടത്തില്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കാം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും കേട്ടോ. സമ്പാദിക്കുന്നവർക്ക് എന്നെ പോലെയുള്ള ചെറിയ ചാനലിലൊക്കെ ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരു പ്രൊഡക്റ്റും ഇതിൽ കാണിക്കുന്നില്ലല്ലോ. എന്താ പറയാ, ഞാൻ ചുമ്മാ എഡിറ്റ് ഷോർട്ടാണ് കാണിക്കുന്നത്. ഷോർട്സിൽ തന്നെയും നമ്മുടെ ലോങ് വീഡിയോയിലാണെങ്കിലും ഒരു പ്രൊഡക്റ്റും അധികം കാണിക്കുന്നില്ല. അപ്പൊ ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കാം. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പെർസെന്റേജ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മുടെ ഷോർട്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലേ പലരുടെയും ഷോർട്സിൽ, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു പെർസെന്റേജ് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. എത്ര പെർസെന്റേജ് ഉണ്ടാവും ഓരോ പ്രൊഡക്റ്റിനും, അതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് അഫിലിയേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത്. അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ അനുബന്ധ സ്ഥാപനം എന്നാണ്. അപ്പോൾ നമുക്കൊരു 4 ഇതാണ് ലഭിക്കുന്നത്. 4 സ്ഥാപനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട്, നൈക്ക, മിന്ത്ര, പിന്നെന്ന് പറയുന്നത് പർപ്പിൾ. അങ്ങനെ 4 ആപ്പിലൂടെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ട് മറ്റുള്ളവര് ആപ്പിൽ കയറി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ ആകണമെന്നില്ല, വേറെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർസെന്റേജ് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മോണിറ്റൈസേഷന്റെ പേജിൽ അതും കൂടെ ആഡ് ആവുന്നതായിരിക്കും. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ നോക്കുക. 10,000 അല്ലെങ്കിൽ 9,000 കടന്നാലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മെയിൻ ആയിട്ട് മോണിറ്റൈസേഷൻ ആയിരിക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു വയലേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. കിഡ്സ് ചാനൽ ആയിരിക്കാൻ പാടില്ല, അത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിൽ യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഓരോ എന്താ പറയാ
ഷോപ്പിംഗ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പല തരത്തിൽ നമുക്ക് എന്താ പറയാ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്രിയേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് കളക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ വ്യൂവേഴ്സ് കണ്ട് വാങ്ങുകയാണെന്ന് വെച്ചാൽ അതിലൊരു പെർസെന്റേജ് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ താഴെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് എത്ര പെർസെന്റേജ് ലഭിക്കുമെന്ന്. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ക്രിയേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ കിച്ചൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സെർച്ചിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുറേ കിച്ചൺ പ്രൊഡക്റ്റുകൾ അവർ കാണിക്കുന്നതായിരിക്കും. നമുക്ക് 30 കിച്ചൺ പ്രൊഡക്റ്റുകൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ 30 കിച്ചൺ പ്രൊഡക്റ്റുകൾ ഒന്നായില്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രൈപോഡ്, ഞാൻ ട്രൈപോഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹോം അപ്ലിക്കൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗാർഡനിങ് പോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ആളുകൾ പർച്ചേസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കമ്മീഷൻ ലഭിക്കത്തുള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഷോർട്സിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഷോർട്സിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം കേട്ടോ ടാഗ് ചെയ്യേണ്ടത്. അല്ലാത്ത പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് പിന്നീട് യൂട്യൂബ് തന്നെ ഇല്ലാതാക്കി കളയും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ ഷോർട്സിലുള്ള പ്രൊഡക്റ്റ് തന്നെ ടാഗ് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സാമ്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതേ കമ്പനി തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല, അത് ടാഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ. യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ശേഷം ഇന്ന് ഉച്ചയ്ക്കായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെയർ ടോപ്പ് ഡീൽസ് ഫ്രം നൈക്ക, മിന്ത്ര, അതേപോലെ പർപ്പിള്, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതിൽ കുറച്ച് ദിവസത്തേക്ക് ഈ 4 സ്ഥാപനങ്ങളും നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിലൂടെ നല്ലൊരു ശതമാനം കിഴിവ് ഉണ്ട് എന്നാണ് കേട്ടോ ഇവര് പറയുന്നത്. കുറച്ച് ദിവസത്തേക്കാണ്. അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതലായി വേണ്ടിവരും. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും പറയാത്തത്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് എങ്ങനെയെന്നും ക്രിയേറ്റ് കളക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നും സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 95-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ. ക്രോമിലൂടെ പോയിട്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഷോർട്സിന്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്സിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ഷോർട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, വാട്ടർ സ്പ്രേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ടാഗ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ പെൻസിൽ ചിഹ്നം വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ട് ആണോ, മിന്ത്രയാണോ, നൈക്കയാണോ, ഏതാണോ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഏതാണോ പ്രൊഡക്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡണ്ണ് കൊടുത്ത ശേഷം സേവ് ചെയ്യുക. നമ്മുടെ ഷോർട്സിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അത് ഇല്ലാതാക്കി കളയും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് കാണിച്ച ഷോർട്സിൽ പ്രൊഡക്റ്റ് ടാഗ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഷോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കളക്ഷൻസ് കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്രിയേറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്രിയേറ്റ് കളക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് കവർ ഇമേജ് എന്ന് വരും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ടൈറ്റിൽ. എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. എന്നിട്ട് ആഡ് പ്രൊഡക്റ്റിൽ എന്താണോ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ TV ആണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ TVകളുടെ കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു 30 TVയോളം ടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിയേറ്റ് കളക്ഷൻസ് റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. ഓൾറെഡി 4 എണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ.